ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ ആകുലവേളകളിൽ ആശ്വാസമായി നീ ഭാരത്തിൻ നാളതിൽ അത്താണിയായി നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്തുള്ളൂ നാഥാ നീ എന്നെ തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. തലമുറ തലമുറയാ കരുതുന്ന ദൈവമേ നിൻ സ്നേഹത്തിൻ ആഴം ആർക്കു വർണ്ണിച്ചിടാം. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാൻ എന്റെ ഹൃദയമെന്നുള്ളൂ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാൻ എന്റെ ഹൃദയമെന്നുള്ളൂ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. ഒന്നുമില്ലായ്മയിൽ നിന്നെന്നെ ഉയർത്തിയ നിൻ സ്നേഹം ഓർക്കുമ്പോൾ നന്ദിയാൽ പാടും ഞാൻ. നീ എന്നെ സ്നേഹിപ്പാൻ ഞാനെന്നുള്ളൂ നാഥാ നീ എന്നെ ഓർക്കുവാൻ എന്റെ ഹൃദയമെന്നുള്ളൂ. സങ്കീർത്തനങ്ങൾ 37-ന്റെ വാക്യം. യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. കാര്യസാധ്യം പ്രാപിക്കുന്നവനെയും ദുരുപായം പ്രയോഗിക്കുന്നവനെയും കുറിച്ച് നീ മുഷിയരുത്. ജീവവചനത്തിന്റെ പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. പ്രതികാര ചിന്തയില്ലാത്ത കാത്തിരിപ്പ് എന്നൊരു വിഷയമാണ് നാം ചിന്തിക്കുന്നത്. കുടപ്പിറപ്പുകളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും നേരിടാത്തവരായി ആരുമില്ലല്ലോ. എല്ലാ മനുഷ്യരും വിവിധ നിലയിൽ പ്രശ്നങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെ ജീവിക്കുന്നവരാണ്. ഒരു ലോകമനുഷ്യനും ഒരു ദൈവ പൈതലും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയാണ് വെളിപ്പെടുത്തേണ്ടത്. അത് മറ്റുള്ളവർ ഉറ്റുനോക്കിക്കൊണ്ടാണിരിക്കുന്നത് എന്ന് നാം തിരിച്ചറിയണം. ഒരു ജഡിക മനുഷ്യൻ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത് പോലെയല്ല ഒരു ആത്മീയൻ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. ജഡിക മനുഷ്യർ മറ്റുള്ളവരിൽ ആശ്രയിക്കുമ്പോൾ, ലോകപ്രകാരം നേരിടുമ്പോൾ, ആത്മീയൻ തൻ്റെ മുഴു ശ്രദ്ധയും ദൈവത്തിങ്കൽ മാത്രം വെച്ച് ദൈവത്തിൻ്റെ ഇടപെടലിനായി തൻ്റെ ജീവിതത്തിൽ അവൻ കാത്തിരിക്കും.
തനിക്ക് ലഭ്യമാകുന്നതായ ഏതൊരു സൗകര്യങ്ങളും ക്രമീകരണങ്ങളും തനിക്ക് ഉപകരിക്കാമെങ്കിലും അത് ദൈവിക ഇടപെടലിന് തടസ്സമാകുമെങ്കിൽ, ദൈവിക പ്രമാണത്തിന് എതിരാണെങ്കിൽ അവനത് വേണ്ടെന്ന് വയ്ക്കുകയും സ്വന്തം ബുദ്ധിയിലും വിവേകത്തിലും ഊന്നാതെ ലോകത്തിലും പ്രഭുക്കന്മാരിലും ആശ്രയിക്കാതെ ദൈവത്തിൻ്റെ കരത്തിൽ വിഷയങ്ങൾ സമർപ്പിച്ച് ദൈവത്തിനായി കാത്തിരിക്കുകയാണ് ചെയ്യാറ്. ദൈവത്തിൻ്റെ വചനം പറയുന്നു, യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക എന്ന് തിരുവചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നു. ഈ വചനം ആഹ്വാനം ചെയ്യുന്നത്, ദൈവവചനം ആഹ്വാനം ചെയ്യുന്നത് ദൈവഭക്തരോടാണ്. പ്രശ്നങ്ങളുടെ മുൻപിൽ അന്യായമായി പ്രതികരിക്കാതെ നിശബ്ദമായിരിക്കുക എന്നുള്ളതാണ് തിരുവചനത്തിൻ്റെ ഉപദേശം. കാര്യം ദൈവത്തെ ഭരമേൽപ്പിച്ചെങ്കിൽ പിന്നെ നാം വെപ്രാളപ്പെടേണ്ട എന്നുള്ളതല്ലേ ഇതിൽ കൂടി നമുക്ക് തരുന്ന ശക്തമായ ഉപദേശം. പ്രിയരെ, നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവത്തെ ഭരമേൽപ്പിച്ച് നാം നിശബ്ദമായിരിക്കുക. ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. ദൈവം എൻ്റെ പ്രശ്നത്തിനും എനിക്കുമിടയിൽ എഴുന്നേൽക്കും എന്നുള്ള വിശ്വാസം ഉള്ളിൽ ഉറപ്പിച്ച് ദൈവം എനിക്ക് ഉത്തരമരുളും എന്ന് കരുതുവാൻ തക്കവണ്ണം നമ്മുടെ മനസ്സിനെയും ഹൃദയത്തെയും നാം ഒരുക്കണം. ഇന്ന് പകലിൽ പ്രിയരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഏത് നിലയിലുള്ള പ്രശ്നങ്ങളാകട്ടെ, പ്രതിസന്ധികളാകട്ടെ, വെല്ലുവിളികളാകട്ടെ, ഭീഷണികളാകട്ടെ, വല്ലായ്മകളോ ഇല്ലായ്മകളോ, ഏതെങ്കിലും ദുരിതങ്ങളോ പീഡകളോ എന്തുമായിക്കൊള്ളട്ടെ, ആ പ്രശ്നത്തിനും നിങ്ങൾക്ക് നടുവിൽ നിങ്ങളുടെ ദൈവം, സർവശക്തനായ ദൈവം എഴുന്നേൽക്കും എന്ന വിശ്വാസം നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഉറപ്പിക്കുക. ദൈവം എനിക്ക് ഈ വിഷയങ്ങളുടെ നടുവിൽ ഉത്തരമരുളും എന്ന് കരുതുവാൻ തക്കവണ്ണം നിങ്ങളുടെ മനസ്സിനെയും ഹൃദയത്തെയും നിങ്ങൾ ഒരുക്കിയെടുക്കുക. ദൈവത്തിൽ നിന്നുള്ള മറുപടിക്കായി നിങ്ങൾ എന്നിട്ട് കാത്തിരിക്കുക. കാഠിന്യമേറിയ ശോധനയുടെയും ഞെരുക്കങ്ങളുടെയും നടുവിൽ നിശബ്ദമായിരിക്കുന്നത് പ്രിയരെ, ശുദ്ധമായ ഹൃദയത്തെ വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ്. പല സാഹചര്യങ്ങളിലും നമ്മുടെ ജീവിത പ്രശ്നങ്ങളിൽ പ്രിയരെ, നാം വളരെയേറെ ക്ഷമയില്ലായ്മയും പരിഹാരത്തിനായി ധൃതിയുമൊക്കെ കൂട്ടാറുണ്ട്, കാണിക്കാറുണ്ട്. അത് പലപ്പോഴും ഭോഷത്വമായി തീരാറുമുണ്ടല്ലേ? ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇതിനോടകം എത്രയോ സാഹചര്യങ്ങളിൽ, എത്രയോ സന്ദർഭങ്ങളിൽ നമ്മുടെ പ്രശ്നപരിഹാരത്തിനായി നാം ധൃതി കൂട്ടിയതിൻ്റെ വെളിച്ചത്തിൽ, ക്ഷമയില്ലാതെ ഇടപെട്ടതിൻ്റെ, സംസാരിച്ചതിൻ്റെ ഒക്കെ വെളിച്ചത്തിൽ അങ്ങനെയുള്ള എല്ലാ ക്രമീകരണങ്ങളും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഭോഷത്വമായി തീർന്നിട്ടില്ലേ? ഭക്തന് വിടുതൽ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. നിശ്ചയമായും കൂടപ്പുറമെ നിങ്ങൾക്കുള്ള വിടുതൽ, നിങ്ങളുടെ പ്രശ്നത്തിനുള്ള പരിഹാരം സ്വർഗത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരും. അതുവരെ നിങ്ങൾ മിണ്ടാതെ ഇരിക്കണം. യോസഫിനെ പോലെ സഹോദരന്മാരോടോ പൊത്തിഫറിനോടോ പ്രതികാര ബുദ്ധിയില്ലാത്തവനായിരുന്നെങ്കിലേ ദൈവസന്നിധിയിലും എനിക്ക് മറുപടിയും വിടുതലും ഉണ്ടാകുകയുള്ളൂ എന്ന് യോസഫ് തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് കൂടപ്പുറപ്പെ, യോസഫിനെ പോലെ രക്തബന്ധങ്ങളോടോ അല്ലെങ്കിൽ മേലധികാരികളോടോ സഹജീവികളോടോ ഒന്നും പ്രതികാര ബുദ്ധി ഇല്ലാത്തവനായിരുന്നെങ്കിലേ ദൈവസന്നിധിയിലും നമുക്ക് ക്ഷമയോടെ ദൈവത്തിനായി കാത്തിരിക്കുവാനാകുകയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് പകലിൽ ഹൃദയത്തെയും മനസ്സിനെയും പാകപ്പെടുത്തുക. പല സന്ദർഭങ്ങളിലും നമുക്കതിന് കഴിയാറില്ല എന്നുള്ളതാണ് വാസ്തവം. മനുഷ്യരോട്, നമുക്ക് നേരെ ദോഷം പ്രവർത്തിച്ചവരോടൊക്കെ നമ്മുടെ ഉള്ളിൽ അമർഷമെങ്കിലും തോന്നാത്തവരായി ആരും ഉണ്ടായിരിക്കില്ലല്ലേ? അവരോട് പ്രതികാരം ചെയ്യാനായില്ലെങ്കിലും നീരസം പ്രകടിപ്പിക്കുകയും അവർ കേൾക്കാതെയാണെങ്കിലും അമർഷം പ്രകടമാകുന്ന വാക്കുകൾ ഉരുവിടുകയും ചെയ്യുന്ന സ്വഭാവം പലപ്പോഴും ഉള്ളവരാകാം നമ്മിൽ പലരും. ദൈവമേ, അവർക്ക് നല്ല ബുദ്ധി കൊടുക്കണേ, അവർ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ പ്രിയരെ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ പ്രതികാരദാഹം ഉണ്ടെന്നല്ലേ അതിനർത്ഥം? അത് കാരണം ദൈവപ്രവൃത്തിക്കായി നിശബ്ദരായി കാത്തിരിക്കുവാൻ നമുക്ക് കഴിയാതെ പോകുന്നു എന്ന ഒരു വലിയ പ്രശ്നമാണ് നമ്മുടെ മുൻപിൽ
രൂപപ്പെടുന്നത്. പലപ്പോഴും പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന ഇപ്രകാരമായിരിക്കാം: ദൈവമേ, നീ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്തോളണം, അവരെ നീ ഒരു മര്യാദ പഠിപ്പിക്കണമേ എന്നൊക്കെ നാം ഒരുപക്ഷെ നമ്മുടെ അറിവില്ലായ്മയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം, നമ്മുടെ ക്ഷമയില്ലായ്മയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടാകാം. എന്നാൽ അങ്ങനെയും പ്രാർത്ഥിക്കുവാൻ ഭക്തന് അനുവാദമില്ല എന്ന് തിരുവചനം വ്യക്തമായി പഠിപ്പിക്കുന്നു. ശത്രുവിനെ സ്നേഹിക്കാൻ, ഉപദ്രവിച്ചവരെ സഹായിക്കാൻ പഠിപ്പിച്ചവനായ നമ്മുടെ കർത്താവ്, നമ്മുടെ രക്ഷകനായ ക്രിസ്തുയേശുവാണ്. ദൈവമേ, അവരെ അനുഗ്രഹിക്കണമേ, അവർ അങ്ങയുടെ പ്രിയമക്കളായി തീരുവാൻ ഇടയാക്കണമേ എന്നുള്ളതായിരിക്കണം പ്രതികാര ചിന്തയില്ലാത്ത ഒരു ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥന. നാം നേരിട്ട, നാം അനുഭവിച്ച വേദനകൾ, ഉപദ്രവങ്ങൾ, ഞെരുക്കങ്ങൾ, കഷ്ടനഷ്ടങ്ങളൊക്കെ കൂടപ്പുറപ്പേ നമുക്ക് നമ്മുടെ പിതാവിൻ്റെ പക്കലേക്ക് ഏൽപ്പിക്കുവാൻ അനുവാദം ഉണ്ട്, അവകാശമുണ്ട്. ദൈവഹിതപ്രകാരം അതിന് പിതാവാം ദൈവം മറുപടിയും നൽകി തരും. യുക്തമായ പ്രവൃത്തി കർത്താവ് ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. മക്കൾ കൈമാറുന്ന ദുഃഖങ്ങളും പ്രശ്നങ്ങളും കണ്ടില്ല എന്ന് നടിക്കുന്നവനല്ല നമ്മുടെ ദൈവം. പ്രതികാരം ചെയ്യേണ്ടിയിടത്ത് നമുക്ക് വേണ്ടി ദൈവം പ്രതികാരം ചെയ്യുന്നവരുമാണ്. ദൈവം നമ്മുടെ ന്യായാധിപനാണ്, ദൈവം നമ്മുടെ പിതാവാണ്, ദൈവം നമ്മുടെ യജമാനനാണ്. ദൈവസന്നിധി നമ്മുടെ കോടതിയാണ് എന്ന് തിരിച്ചറിയുക. മനുഷ്യനല്ല പ്രശ്നപരിഹാരകൻ, ദൈവമാണ്. കുടപ്പുറപ്പെ, താങ്കൾ ഏതെങ്കിലും ഒരു മനുഷ്യൻ നിങ്ങളുടെ പ്രശ്നപരിഹാരകനായി വെളിപ്പെടണമെന്നാണോ ആഗ്രഹിക്കുന്നത്, കാത്തിരിക്കുന്നത്? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ പരിഹാരകൻ ഒരു മനുഷ്യനല്ല, നിങ്ങളുടെ പ്രശ്നപരിഹാരകൻ ദൈവം മാത്രമായിരിക്കട്ടെ. ഭക്തനായ ഇയ്യോബ് സാക്ഷ്യപ്പെടുത്തിയത് മറക്കരുത്: ഇപ്പോഴും എൻ്റെ സാക്ഷി സ്വർഗത്തിലും എൻ്റെ ജാമ്യക്കാരൻ ഉയരത്തിലും ഇരിക്കുന്നു എന്നുള്ളതാണ്. പ്രിയരെ, യോസഫിനെ പോലെ, ഇയ്യോബിനെ പോലെ യഹോവയുടെ മുൻപാകെ മിണ്ടാതെ ഇരുന്ന് അവനായി പ്രത്യാശിക്കുക. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നത് വരെ, ദൈവം ഇടപെടുന്ന സമയം വരെ ക്ഷമയോടെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ കാത്തിരിക്കണം. ഒരു അവകാശം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഒരു ഉയർച്ച കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അത് വെളിപ്പെടുവാനുണ്ട്. ഒരു ഫറവോന്റെ ഉറക്കം കെടുത്തപ്പെട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി. ഒരു ഹാമാൻ ഭക്തന് നേരെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ ഒരു രാജാവിൻ്റെ ഉറക്കവും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു ദിനവൃത്താന്ത പുസ്തകം വായിക്കപ്പെടുവാൻ കൽപ്പന പുറപ്പെടുവാൻ പോകുന്നുണ്ട് എന്ന് തിരിച്ചറിയുക. ആകയാൽ നിശബ്ദരായി, ക്ഷമയോടെ, പ്രത്യാശയുള്ളവരായി മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനു വേണ്ടി, ശത്രുവിൻ്റെ അനുഗ്രഹത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ ജീവിതത്തിലുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവത്തിനായി കാത്തിരിക്കുകയും ചെയ്യുക. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിന് മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ ഞങ്ങൾ കേൾക്കുവാൻ, ആ വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റെടുത്ത് അനുസരിക്കുവാൻ ഞങ്ങൾ ഒരുക്കമുള്ളവരായ ഞങ്ങളുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ അടുത്തു വരുന്ന കർത്താവേ, വചനം കേട്ട ഞങ്ങളുടെ കുഞ്ഞുങ്ങളൊക്കെ ഇന്ന് പകലിൽ ഇതിൻ പ്രകാരമായിരിക്കുവാൻ, ഇതിൻ പ്രകാരം പ്രാർത്ഥിക്കുവാൻ, ജീവിക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നവരായി തീരുവാൻ സഹായിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ സഹായിക്കുന്ന വൻകൃപകൾക്കായി സ്തോത്രം. ഇന്നിൻ്റെ മറുപടി ഞങ്ങൾ ചോദിക്കുന്നു കർത്താവേ. മഹത്വം അങ്ങയ്ക്ക്, സകലത ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യമായ നാമത്തിൽ താഴ്മയോടെ അപേക്ഷിക്കുന്നു. ദയ തോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയ വചനങ്ങളാൽ പരിശുദ്ധനായ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ.